അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ക്രിസ്തീയ ദേവാലയങ്ങളിൽ വൈദികർ തിരഞ്ഞെടുക്കപ്പെട്ട 12 വിശ്വാസികളെ മുൻനിർത്തി കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. പീഡാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പ് യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം കഴിച്ച അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയും എളിമയുടെയും വിനയത്തിന്റെയും ആ നല്ല മാതൃക കാണിച്ചുകൊണ്ടുമാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ തിരുനാൾ ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി ക്രിസ്തീയ ദേവാലയങ്ങളിൽ വൈദികർ തിരഞ്ഞെടുക്കപ്പെട്ട 12 വിശ്വാസികളുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. പടന്നക്കാട് നല്ലിടയൻ ദേവാലയത്തിൽ അതിരൂപതാ വികാരി ജനറൽ മോൺ മാത്യു ഇളന്തുരുത്തിപ്പടവിലും കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോർജ് കളപ്പുരയും, കാഞ്ഞങ്ങാട് അപ്പോസ്തലറാണി ദേവാലയത്തിൽ ഫാദർ ജോസഫന്നൂരും, തിരുഹൃദയ ദേവാലയത്തിൽ ഫാദർ ജോയൽ മുകളയിലും, CSI ദേവാലയത്തിൽ ഫാദർ സജിത്ത് ദാസ് കോറോത്തും, മേലടുക്കം ലുർദുമാതാ പള്ളിയിൽ ഫാദർ പീറ്റർ പാറേക്കാട്ടിലും, നീലേശ്വരം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ ബോസ്കോ പുറത്തേമുതുകാട്ടിലും, സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ ഫാദർ ലോറൻസ് പനക്കലും, പരപ്പ വിമൽഗിരി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ റോബിൻ കൊട്ടാരവും, മാലക്കല്ല് ലുർദുമാതാ ദേവാലയത്തിൽ ഫാദർ ഡിനോ കുമ്മാനിക്കാട്ടും, മാലോം സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ ഫാദർ ജോസഫ് തൈക്കുന്നുപുറവും, വെള്ളരിക്കുണ്ട് ചെറുപുഷ്പം ഫെറോന ദേവാലയത്തിൽ ഡോക്ടർ ജോൺസൺ അന്ത്യംകുളവും കാൽകഴുകൽ ശുശ്രൂഷകൾക്കും തിരുകർമ്മങ്ങൾക്കും നേതൃത്വം നൽകി. ദേവാലയങ്ങളിലെ ശുശ്രൂഷകൾക്ക് ശേഷം വിശ്വാസികൾ വീടുകളിൽ ഒത്തുചേർന്ന് പെസഹ അപ്പം മുറിച്ചു. കുടുംബനാഥന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.